സമയം എത്ര? വാവ്, അർബാവ് ഓടുന്നു. കൊള്ളാം, കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ അർബാബു, ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മൾ സദ്യ കഴിക്കാം കാരണം മദേഴ്സ് പ്ലാസ. പക്ഷെ ഞാൻ വേറൊരു കാര്യം മനസ്സിലാണ്ട്, 4 മണിയാകാനായി ഇപ്പോഴും സദ്യ ചോറ് വെച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഭയങ്കര തിരക്കാണ്. തിരക്ക് മീൻസ് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല പുറത്ത് നല്ല മഴയുണ്ട്. പറഞ്ഞു അതിൻ്റെ ചെറുക്കം ടോക്കൺ എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ടോക്കണൊക്കെ എടുക്കണം കേട്ടോ, അല്ലാതെ വെറുതെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പറയുകയാണെങ്കിൽ അവർ പപ്പടവും പായസവും പിന്നെ ഒരു പപ്പടത്തിൻ്റെ ഒരു ട്രെയിൻ കൂടെ നമ്മൾ തട്ടി ഇവിടെ നിൽക്കുന്നത്. ഇതെന്താ സാധനം? ദിസ് ഈസ് എ ടോക്കൺ. ഇനി നമുക്ക് അർബാബ്, എന്താ ഇത്? കൊറേ ഉണ്ടല്ലോ ഇത്. നോക്കൂ ഏതാ? പൈനാപ്പിൾ ഒരു രക്ഷയില്ല കേട്ടോ. അവർ നെയ്യും പരിപ്പും കൂടെ തന്നു. അർബ കഴിക്കുന്നേ. എല്ലാ തരം എടുത്തോ. ഇനി എന്തട്ടെ ചോറ്, അതിക്ക് പപ്പടത്തിൻ്റെ വലിയ പീസ് പൊട്ടും, അതിക്ക് കുറച്ച് അവിയൽ, കുറച്ച് ഇതെന്തോ സാധനം, കുറച്ച് കൂട്ടുകറി, കുറച്ച് കാളൻ, ഇതെന്താണെന്നറിയില്ല, ഇതെന്താണെന്നറിയില്ല, എല്ലാം 3 തരം അച്ചാറ്, എന്നിട്ട് കുറച്ചുകൂടി പപ്പടത്തിൻ്റെ പൊട്ടില്ല, ഓയിൽ, ഒരു പിടി, ഇത്ര വലിയ പിടിയോടെ പിടിക്കണം. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഫിനിഷ് ചെയ്ത് ഇതാ പായസത്തിലേക്ക് കടന്നിരിക്കുന്നു. അർബാബ്, എന്താണ് അഭിപ്രായം? പായസം കൂടി കേട്ടോ, പഴമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് സാധനം. ഷുഗർ കട്ട് ഇന്നൊക്കെ കളയാം, അല്ലാതെ ഒരു വേറെ രക്ഷയില്ല. ഇതിങ്ങനെ ഒരു ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം കൊടുത്തു. അടപ്പായസം, ഇത് അടേ, ഇതാണ് അട. യെസ്. ഇനി നമ്മൾ ഇതാണ് കടലപ്പായസം. ഓക്കെ, കടലപ്പായസം പപ്പടത്തിൻ്റെ കൂടെ പിടിക്കാനാണ്. അതെ, പപ്പടം രസമുണ്ടോ? അടിപൊളി. കുറച്ച് വാങ്ങിയത് നന്നായില്ലേ? ഒറ്റ പിടിക്കുള്ളൂ. ാണ് ഞാനും അർബാബും, കാരണം വെജാ. ഇനി ഓനെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണോടെയും കൊടുത്തിട്ടുണ്ട് അർബാബോ. അല്ല, പുളിശ്ശേരി, രസം, മോര്, കൂട്ടാനൊക്കെ കഴിഞ്ഞ് ഇനി പതുക്കെ അരിപ്പായസത്തിൻ്റെ പയള് കാരണം വെറുതെ തിന്നാ മതിയെന്ന്. മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അയ്യോ. ഏതായാലും വൺ ഓഫ് ദ ബെസ്റ്റ് പറഞ്ഞില്ല, ഒരു സംശയമില്ലല്ലോ ബാബു. ഇതുവരെ ഇല്ല, ഇതുവരെ ഓക്കെയാണ്, എല്ലാം മെച്ചം. അതെ, ഇത് സേമിയം അവസാനത്തായിട്ട് വന്നില്ല. എനിക്ക് സമാധാനമായോ? സെറ്റല്ലേ? എൻ്റെ അരിപ്പായസം കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി വരട്ടെ അയാൾ. ഫൈനലി നമുക്ക് ബോളിയും പായസം കിട്ടി. അയ്യോ ഇത് ചാവൂർ ബാബു. ഓക്കെ ഊറ്റി വെച്ചിട്ട് ഓക്കെ ഇതിന് കൈ ഈ വീഡിയോ നമ്മൾ ജിമ്മിന്റെ ട്രെയിനർ കാണണ്ടേ? ആശാനെ പറ്റിപ്പോയി. കാരണം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കഴിക്കേണ്ടത് നല്ലത്. അതുകൊണ്ട് വിചാരിച്ച് മാത്രമാണ്. എന്നും പുഴുങ്ങിയ മുട്ടയും പോയി മാത്രം തിന്നാൽ പോരല്ലോ. ഫൈനലി ഞങ്ങൾ കൃതജ്ഞനായി. അർബാബ് സദ്യ മടക്കി, ഞാനും മടക്കി. അർബാബ് പൈസ കൊടുത്തതിന് മുതലായിട്ടുണ്ട്. സത്യം പറഞ്ഞ കഴുത്ത് വരെ ചോറയിക്കണം. ഒന്നും പറയാനില്ല. ഇനിയും പപ്പടം ബാക്കിയാണ്. ഞാൻ വിചാരിച്ചു ഈ പപ്പടങ്ങൾ കുറേ തിന്നാന്ന്. യാപ്പട്ടെ പപ്പടം പുളിശ്ശേരിയും എലിശ്ശേരിയും എല്ലാം ബാക്കിയാണ്. മതിയായി ഞങ്ങൾക്ക്. ഓക്കെ പക്ഷെ ബേത്തിയല്ലേ അർബാബ്? ബേത്തിയല്ലേ? ആ അത്രേ ഉള്ളൂ. ഒന്നും പറയാല്ല. വരുന്നുണ്ടാ നിങ്ങളെ മോൻ മദേഴ്സ് ക്ലാസ്സിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വയറിട്ടാൻ പറയുന്ന ഗൈസ്. ഒന്നും പറയല്ല. വെറുതെ അല്ല ആ കിടക്കണ അവാർഡൊക്കെ ഇതിന് കിട്ടിയത്. കാരണം കിട്ടും, കിട്ടാതെക്കൂല. ഇവിടില്ലേ ഒരു കാര്യം പറയാം. ഈ മദേഴ്സ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ വല്ല കൊണ്ടുപോകാല്ല വല്ല കാറോ ജീപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൂടി ഉണ്ടായിട്ട് വന്നാൽ മതി. അല്ലാതെ ബൈക്കുമൊന്നും വരാൻ നിൽക്കരുത്. ഓക്കെ? പറ്റൂല നമ്മളെ കൊണ്ട് നടക്കാനൊന്നും. ഞങ്ങൾ ബൈക്കുമ്പോൾ വന്ന് പെട്ടുപോയി.